ബ്രസീലിയൻ ഫുട്ബോൾ ടീമിന് ആദ്യ വിദേശ പരിശീലകനായി ചുമതലയേറ്റ കോച്ച് കാർലോ ആഞ്ചലോട്ടി പണി തുടങ്ങിയത് സൂപ്പർ താരം നെയ്മർ ജൂനിയറിനെ വെട്ടി. റിയോ ഡി ജനറോയിൽ തിങ്ങി നിറഞ്ഞ മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ മുൻ പരിശീലകനായ ആൽബർട്ടോ പെരേര, ലൂയിസ് ഫിലിപ്പ് കൊളാരി എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ആഞ്ചലോട്ടിയുടെ ചുമതലയേൽക്കൽ. ലോകത്തെ ഏറ്റവും മികച്ച ടീമിനെ പരിശീലിപ്പിക്കാനായതിൽ അഭിമാനമുണ്ട്. മുന്നിൽ വലിയ ദൗത്യമാണുള്ളതെന്ന് ബ്രസീൽ ഫുട്ബോൾ കോൺഫെഡറേഷൻ ആസ്ഥാനത്തെ ചടങ്ങിൽ ആഞ്ചലോട്ടി പറഞ്ഞു. ബ്രസീലിൽ ഒരു നൂറ്റാണ്ടിനിടെ ആദ്യമായാണ് ഒരു വിദേശ പരിശീലകൻ ചുമതലയേൽക്കുന്നത്. ആഞ്ചലോട്ടിക്ക് 2026 ലോകകപ്പ് അവസാനം വരെയാണ് കരാറുള്ളത്. ലോകകപ്പ് യോഗ്യതാ പട്ടികയിൽ നിലവിൽ 4ാം സ്ഥാനത്താണ് ബ്രസീൽ. ചുമതലയേറ്റ ആഞ്ചലോട്ടി ജൂണിൽ ഇക്വഡോർ, പരാഗ്വേ ടീമുകൾക്കെതിരായ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്കുള്ള ടീമിനെയും പ്രഖ്യാപിച്ചു. പേശികൾക്കേറ്റ പരിക്ക് മാറി സാന്റോസ് നിരയിൽ തിരിച്ചെത്തിയ നെയ്മറെ ടീമിൽ പരിഗണിച്ചില്ല. അതേസമയം ദേശീയ ജേഴ്സിയിൽ വേണ്ടത്ര മികവ് കാട്ടുന്നില്ലെന്ന പരാതി നിലനിൽക്കെ വിനീഷ്യസിനെ ഉൾപ്പെടുത്തി. റയലിനായി പുറത്തെടുക്കുന്ന വീര്യവും ഇവിടെയും ഫോം നിലനിർത്തുമെന്ന പ്രത്യാശയും കോച്ച് പങ്കുവച്ചു. കസമിറോ, റിച്ചാർലിസൺ എന്നിവർക്ക് ഇടം ലഭിച്ചിട്ടുണ്ട്. ഗോളിയായി അലിസൺ തുടരുമ്പോൾ മിഡ്ഫീൽഡിൽ ആൻഡ്രസ് പെരേര, ബ്രൂണോ ഗിമറസ്, മുന്നേറ്റത്തിൽ ഗബ്രിയേൽ മാർട്ടിനെല്ലി, മത്തേസ് കുഞ്ഞ, ആന്റണി റഫീഞ്ഞ എന്നിവരുമുണ്ട്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും ശേഷങ്ങളുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.